ഹലോ, ഒരു നല്ല മുരിങ്ങ ഇലയുടെ തോരൻ ഉണ്ടാക്കേണ്ട തുടക്കമാണ്. ഇങ്ങനെ കഴുകിയാൽ നമ്മുടെ കയ്യിലൊന്നും പറ്റാതെ ഇത് വൃത്തിയായി കഴുകിയെടുക്കാം. അങ്ങനെ അത് നന്നായി നമ്മൾ ഇലയൊക്കെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതിൽ നന്നായി ഉള്ളിയും ഇടണം, തേങ്ങയും ഇടണം. എങ്കിലാണ് മുരിങ്ങയില തോരൻ വെക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ തേങ്ങയും ഉള്ളിയും കുറഞ്ഞു പോയാൽ ഈ ഇലകളൊക്കെ കൂടിക്കുഴഞ്ഞ് ഓരോ കട്ട പോലെ നിൽക്കും. അപ്പോൾ നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഉള്ളി ധാരാളം ഇട്ട് തേങ്ങയും ഇട്ടാൽ ഇലകൾക്ക് അങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ നല്ല വിട്ട് കിട്ടും. അപ്പോൾ അതിലേക്ക് ഒരു വലിയ സവാളയും അല്പം മഞ്ഞൾ പൊടിയും ഉപ്പും മുളക് പൊടിയും ഇതും ചേർത്ത് ആദ്യം ഈ ഉള്ളിയും മുളക് പൊടിയും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് കുഴക്കണം. തേങ്ങയും കുറച്ച് നന്നായി തേങ്ങ ഇടണം. അതാണ് ഈ തേങ്ങയും ഉള്ളിയും ചേർത്താലാണ് മുരിങ്ങയിലയുടെ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുഴച്ചെങ്കിൽ ആ 3 ഉള്ളിയും തേങ്ങയും കൂടി നല്ലോണം ഒന്ന് കുഴച്ച് കഴിഞ്ഞാൽ ഇലയും അതിൻ്റെ കൂടി നന്നായി ചേർന്ന് വരികയുള്ളൂ. അപ്പോൾ പിന്നെ പെട്ടെന്ന് വെന്ത് വരും. അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. ഇല കരിഞ്ഞു പോകും പെട്ടെന്ന്. അങ്ങനെ കടുകും വെളിച്ചെണ്ണയും ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ കുഴച്ച് വെച്ച മുരിങ്ങയിലയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് ഇളക്കി മൂടി വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ പാത്രം ഒന്ന് കഴുകിയ വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കണം. കുറച്ചല്പം അധികം ഒഴിക്കരുത്, ഇത്ര മാത്രം പാത്രം കഴുകിയ വെള്ളവും കൂടി ഒഴിച്ച് ഇളക്കി മൂടി വെച്ച് വേവിക്കുക. വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികളൊക്കെ മൂടി വെച്ച് വേവിക്കുക. അല്ലാതെ ഇപ്പോൾ വിഷം വച്ച് വരുന്ന കറികളൊന്നും മൂടി വെക്കാതെ വേവിക്കരുത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് അതിൻ്റെ വിഷാംശങ്ങളൊക്കെ ആവിയായി പുറത്ത് പോകണം. അല്ലാതെ വീട്ടിൽ തന്നെ ഉള്ള പച്ചക്കറികളൊക്കെ നമ്മൾ മൂടി വെച്ച് തന്നെ വേവിക്കണം. എങ്കിലാണ് ഇതിന് ടേസ്റ്റ്. ഇനിയിപ്പോൾ മഴക്കാലം തുടങ്ങി കർക്കിടകമായ നമ്മളാരും ഈ ഇല പറിക്കുകയുമില്ല. അതുകൊണ്ട് ഈ വേനൽ കഴിഞ്ഞ് മഴയും ആദ്യത്തെ മഴയൊക്കെ കഴിയുമ്പോഴേക്കും വീട്ടിലുണ്ടെങ്കിൽ മുരിങ്ങ ഇലയൊക്കെ പറിച്ച് തീർത്തോളൂ കേട്ടോ. എങ്കിൽ കർക്കിടകത്തിൽ പറിക്കാൻ കഴിയാത്ത സങ്കടം വേണ്ട. ഇത് കണ്ടോ, നല്ല വിട്ട് കിട്ടും. ഇങ്ങനെ ഉള്ളിയും തേങ്ങയും ധാരാളം ഇട്ടാൽ. ചോറിൻ്റെ കൂടെ എനിക്കൊക്കെ ഈ ഉപ്പേരി അഥവാ വറവൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി. ധാരാളം അത് കൂട്ടി ചോറ് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇത് ഞാൻ ചപ്പാത്തിക്കും എനിക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാവിധ വറവും ചപ്പാത്തിയുടെ കൂടെയും വളരെ ഇഷ്ടമാണ്. അത് മാത്രം കൂട്ടിയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. ഇനി ഇതിപ്പോൾ നന്നായി ആവി വന്നിട്ടുണ്ട്. എപ്പോഴും വളരെ കുറഞ്ഞ തീയിൽ ഇല ഇളക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ കർക്കിടകത്തിന് മുന്നേ എല്ലാവരും വറുത്ത് നോക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.